ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇവർ വിവാഹിതയായ സീരിയലിലെ ഇന്നത്തെ നല്ലൊരു എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ ഭൂമി ചായക്കടയിലില്ലാത്ത, അതായത് കോഫി ഷോപ്പിലില്ലാത്ത ഒരു ദിവസം ലക്ഷ്മി ചേച്ചിയാണ് അവിടുത്തെ ആൾക്കാർക്ക് ചായ എടുത്തു കൊടുക്കുന്നത്. അപ്പൊ ഒരു പുള്ളിക്കാരൻ പറയുന്നുണ്ട്, ഇന്ന് ഭൂമി ഇല്ല ലക്ഷ്മി, ഭൂമി ഒരു ആവശ്യത്തിന് വേണ്ടി വീട്ടിലേക്ക് പോയിരിക്കുക. എന്താ ചോദിക്കുമ്പോൾ ചായയുടെ ചേരുവെന്നും റെഡി ആയിട്ടില്ല എന്ന് പറയാണ്. അത് കേൾക്കുമ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട്, ഞാൻ എനിക്ക് വേറെ ചായ എടുക്കാമേ കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ചായ കുടിച്ചോണ്ടിരിക്കുമ്പോ അവിടേക്ക് നമ്മുടെ ഭൂമി വരുവാണ്. ഭൂമി ചോദിക്കണ്ടോ എന്താ ചേട്ടാന്ന് ചോദിക്കുമ്പോഴേക്കും അതെ ചായയുടെ ചേരുവ റെഡി ആയിട്ടില്ലെന്ന് പറയായിരുന്നു, അതാണോ ഞാനിപ്പോ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞ ഭൂമി വേറൊരു ചായ എടുത്ത് കൊടുക്കുകയാണ്. ഇപ്പൊ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ആ പുള്ളിക്കാരൻ ചായ കുടിക്കുന്നുണ്ട്. ലക്ഷ്മി ചേച്ചി പറയണ്ട്, ഞാൻ ഭൂമി നീ ഇല്ലെങ്കിൽ ചായ അടിച്ചാൽ ഞാൻ റെഡി ആവില്ല. ഇന്നിപ്പോ ചായക്ക് എല്ലാവരും കുറ്റം പറയുന്നു, നാളെ പലഹാരത്തിനും കുറ്റം പറയും. അത് കേൾക്കുമ്പോഴേക്കും ഭൂമി പറയണ്ട്, ഞാൻ ഇല്ലാത്ത സമയത്ത് ചേച്ചി തന്നെയല്ലേ ചായ അടിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നത്, പിന്നിപ്പോ എന്ത് പറ്റി? ഓ എനിക്കറിയാം ഭൂമി ഇനി ഇല്ലല്ലോ എന്നൊരു ടെൻഷൻ മനസ്സിൽ ഞാൻ ചെയ്താൽ ശരിയാവില്ലെന്നൊരു ടെൻഷൻ മനസ്സിലുള്ളത് കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അതെ നാളെ മുതൽ കടി ഉണ്ടാക്കണത് ചേച്ചി ഒറ്റയ്ക്കല്ല ഞാനും കൂടെ ഉണ്ടല്ലോ. സത്യമാണോ? അതെ ഞങ്ങൾ പോകുന്നില്ലെന്നേ എന്ന് പറയുമ്പോൾ ലക്ഷ്മി വേഗം തന്നെ ഭൂമിനെ കെട്ടിപ്പിടിക്കണം. അങ്ങനെ സന്തോഷത്തോടെ അവിടെ നിൽക്കാട്ടോ. പിന്നീട് കാണിക്കണം നമ്മുടെ അച്യുതനെയാണ്. അച്യുതൻ നമ്മുടെ അംബിക എടുത്ത് പറയുന്നുണ്ട്, നാളെ നമ്മുടെ മോളുടെ കുറച്ച് കൂട്ടുകാര്, പിന്നെ നമ്മുടെ അയൽക്കാര്, പിന്നെ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാര്, പിന്നെ സൗഭാഗ്യപുരത്തെ ആൾക്കാരെയും വിളിക്കണത് മോളോട് പ്രത്യേകം ഞാൻ പറഞ്ഞിട്ടുണ്ട്. സൗഭാഗ്യപുരത്തവരൊക്കെ വരുമോ അച്യുതേട്ടാ? അവരൊക്കെ വലിയ വലിയ ആൾക്കാരല്ലേ, അവര് വരും. മോളെയൊക്കെ അവർക്ക് ഭയങ്കര കാര്യമാണ്, അവരെന്തായാലും വരും. അല്ല അച്യുതേട്ടാ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, സൗഭാഗ്യപുരത്ത് ആദ്യം പോയപ്പോ മോള് പറഞ്ഞൊരു കാര്യമുണ്ട്, ആ തറവാടും വീട്ടുകാരെയൊക്കെ എവിടെയോ കണ്ട പോലെന്ന്, അതിലെന്തെങ്കിലും കാര്യമുണ്ടോ? അതൊക്കെ അവൾക്ക് വെറുതെ തോന്നിയതല്ലേ ചോദിക്കുമ്പോഴേക്കും അംബിക ചോദിക്കണ്ടല്ല, ഭൂമിയുടെ അച്ഛനും വീട്ടുകാരൊക്കെ ആരാണ് അച്യുതേട്ടാന്ന് ചോദിക്കുമ്പോ അതൊക്കെ നാളെ അറിയോലോ, അതുവരെ നീ ഒന്ന് ക്ഷമിക്കേ എന്ന് പറയണം. അതെ നാളെ നമ്മുടെ വക എന്തെങ്കിലും പ്രോഗ്രാം വേണ്ടേ? അച്യുതൻ ചോദിക്കുമ്പോൾ എന്ത് പ്രോഗ്രാം അച്യുതേട്ടൻ ഉദ്ദേശിക്കുന്നത്? നമുക്ക് ശീലാവതി നാടകത്തിന്റെ അവസാന രംഗം ഒന്ന് അഭിനയിച്ചാലോ? അത് ഞാൻ മറന്നുപോയി അച്യുതേട്ടാ. അത് മറക്കാനോ? അംബിക എത്ര പ്രാവശ്യം അത് അഭിനയിച്ചിട്ടുണ്ട്, അംബികക്ക് മറക്കാനൊന്നും സാധിക്കില്ല. അല്ല അത് ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെയാ അഭിനയിക്കണത്? ഒറ്റയ്ക്കല്ല ഞാൻ കൂടെ ഇല്ലേ. അച്യുതേട്ടൻ അഭിനയിക്കോ? പിന്നെ അല്ലാതെ, നീ എനിക്ക് ഡയലോഗ് പറഞ്ഞാൽ മതി, ചെറിയ മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടാകും, പക്ഷെ ഞാൻ അഭിനയിക്കും. എന്നാ ശരി ഞാൻ ശ്രമിച്ചു നോക്കാം. ശരി നീ അതിന്റെ ഡയലോഗൊക്കെ ഒരു പേപ്പറിൽ എഴുതി വെക്ക്, ഞാനത് പഠിക്കാം. എന്നിട്ട് നാളെ നമുക്ക് എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് ആ ഒരു നാടകത്തിന്റെ ക്ലൈമാക്സ് രംഗം അങ്ങോട്ട് അഭിനയിക്കാം. മോളും ഒരുപാട് നാട് നമ്മളത് പറയുന്നു, അതൊന്ന് അഭിനയിച്ച് കാണിക്കാൻ. അച്ഛൻ അമ്മേനെ പ്രണയത്തിൽ വീണത് ഏത് രംഗത്തിലാണെന്ന് മോൾ എത്ര വർഷം നമ്മൾ ചോദിക്കുന്നത്, അത് മോൾക്ക് അഭിനയിച്ച് കാണിച്ചു കൊടുക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. ശരി അച്യുതേട്ടാന്ന് പറഞ്ഞിട്ട് അംബിക കരഞ്ഞു കൊണ്ട് അകത്തേക്ക് പോവാട്ടോ. പിന്നീട് കാണിക്കണത് നമ്മുടെ ഭൂമിനെയാണ്. ഭൂമി പണിയൊക്കെ ഒതുക്കിക്കൊണ്ടിരിക്കുകട്ടോ. അതിനുശേഷം ഭൂമി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ചായ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പോലീസുകാരൊക്കെ വിളിക്കുകയാണ്, അതെ നാളെ വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ട്, വരണം കേട്ടോ. ലക്ഷ്മി ചേച്ചി എന്ന് പറഞ്ഞിട്ട് ചേച്ചിയും വരണം, രണ്ട് പിള്ളേരും കൂട്ടണം, സാറും വരണം, മേഡം വരണം എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരെയും വിളിക്കുക. ഭാസ്കരനേട്ടോട് ചോദിച്ചിട്ട് പറയണ്ടേ, ഭാസ്കരേട്ടൻ വരണം കേട്ടോ. തീർച്ചയായിട്ടും വരും. ഭൂമി പോവാത്തോണ്ട് ഭയങ്കര സന്തോഷമായി, ഭൂമി പോവില്ലെന്നുള്ളത് അറിയപ്പോ ഭയങ്കര സന്തോഷമായി എന്ന് ഭാസ്കരേട്ടൻ പറയുമ്പോഴേക്കും അവിടുത്തെ വേറൊരു മേഡം പോലീസുകാർ പറയണ്ട, ഭൂമി ഉണ്ടെങ്കിലല്ലേ ഭാസ്കരേട്ടത്തെ കേസൊക്കെ തെളിയിക്കാൻ പറ്റുള്ളൂ അല്ലേ എന്ന് ചോദിക്കുമ്പോ ഭൂമി പറയണ്ട, അത് വേറൊന്നുമല്ല മേഡം, ഭാസ്കരേട്ടൻ അങ്ങനെ കുറ്റമൊന്നും പറയാൻ പറ്റില്ല, 3 പെൺമക്കളാണ് വളർന്നു വരുന്നത്, അവരുടെ പഠിപ്പും ജീവിതവും ഒക്കെ നോക്കണ്ടേ എന്ന് പറയാണ്. അത് ഞാൻ അകത്തുള്ളവർക്ക് ചായ കൊടുത്തിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് ഭൂമി വേഗം SI അടുത്തേക്ക് പോവാണ്. ഭൂമി താൻ പോകുന്നില്ലല്ലേ? അപ്പൊ ചെവി പുറത്തേക്കായിരുന്നു അല്ലേ? ഞാൻ പറയുന്നതെല്ലാം കേട്ടു അല്ലേ? കേട്ടു. അതെ ഫാദേഴ്സ് ഡേ ഒരു പരിപാടി ഞാൻ വീട്ടിൽ സംഘടിപ്പിക്കുന്നുണ്ട്, നാളെയാണ്. അപ്പോ എന്തായാലും സാറ് വരണം. നാളെ വരാൻ പറ്റുമെന്ന്? അതെ നാളെ കുറച്ച് സുന്ദരി പെണ്ണുങ്ങളൊക്കെ വീട്ടിൽ വരുന്നുണ്ടെന്നാ കേട്ടത്. അങ്ങനെയാണെങ്കിൽ സാറിന് വേണമെങ്കിൽ കാണുകയും ചെയ്യാം, പരിചയപ്പെടുകയും ചെയ്യാൻ വേണമെങ്കിൽ പെണ്ണുകാണൽ നടത്താം. അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് നോക്കാം എന്ന് പറയുമ്പോ ഭൂമി നടക്കട്ടെ. അതെ നമ്മുടെ CSR അകത്തുണ്ടോ? അകത്തുണ്ട്. ഇന്ന് പുലിയാണോ എലിയാണോ? ഇന്ന് പേപ്പട്ടിയ, അകത്ത് ചെന്ന് കൊടുക്ക് എന്ന് പറയണം. അങ്ങനെ ഭൂമി അകത്തേക്ക് പോകുന്നുണ്ട്. അപ്പൊ അജയ് അകത്തുണ്ട് കേട്ടോ. സർ ചായ. എടോ ഭൂമി താൻ പോയില്ലേടോ? ഞാൻ പോകുന്ന വെച്ചാൽ സാർ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. താൻ എന്താടോ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? അങ്ങനെയൊന്നുമല്ല, ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. അതെ സാറേ ഞാൻ പോകുന്നില്ല, അതിന്റെ കാരണങ്ങളൊക്കെ ഞാൻ പിന്നെ പറയാം. പിന്നെ വേറൊരു സംഭവം ഉണ്ട്, നാളെ വീട്ടിലൊരു പരിപാടി ഉണ്ട്, ഫാദേഴ്സ് ഡേ പരിപാടി. ഫാദേഴ്സ് ഡേയോ? എടോ അത് ഇനിയും കുറെ മാസങ്ങളില്ലേ? അതൊക്കെ ഉണ്ട്. ഈ ഫാദേഴ്സ് ഡേ ഒക്കെ കണ്ടുപിടിച്ച ആരാ? സായിപ്പന്മാരല്ലേ? അപ്പൊ ഞാൻ കണ്ടുപിടിച്ചു നാളെയാണ് ഫാദേഴ്സ് ഡേ എന്ന്. കൊള്ളാം. അല്ല നാളെ എന്താ പരിപാടി? അതെ ഈ ഭൂമി കറങ്ങുന്നത് അച്ചുതണ്ടിലാണ്, എന്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ അച്ചുതണ്ടിൽ. അപ്പൊ അച്ഛന് സ്പെഷ്യൽ ഡേ ആ നാളെ. അപ്പൊ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്, സാറ് വരില്ലേ? തീർച്ചയായിട്ടും വരും. പിന്നെ ഞാനെന്താ ഇവിടുന്ന് പോവാത്തെന്ന് സാറിന് അറിയാവോ? എന്താ കാര്യം എന്ന് അജയ് ചോദിക്കുമ്പോഴേക്കും ഭൂമി പറയുന്നുണ്ട്,
വേറൊന്നുമല്ല, സാറിന്റെ വിവാഹ നിശ്ചയവും വിവാഹവും കാണാൻ വേണ്ടിട്ടാ ഞാനിവിടെ നിൽക്കുന്നത് എന്ന് പറയുമ്പോഴേക്കും അജയ് പറയുന്നുണ്ട്, ഓ നശിപ്പിച്ചു, മൂട് കളഞ്ഞു. എന്താ? അല്ല, താനെ ഇനി പായസത്തിൽ എന്തെങ്കിലും കുരു എന്തെങ്കിലും ഇടാം, അമ്മക്കരക്കുരു, എന്തൊരു കുരുയുടെ പേര് വേണ്ട, അതെങ്ങാനും ചേർക്കോ? അങ്ങനെ ഞാൻ ചേർക്കില്ല, നെല്ലിക്ക ചേർക്കും, ആദ്യം കഴിക്കും പിന്നെ മതിരിക്കും എന്ന് പറഞ്ഞിട്ട് ഭൂമി അവിടെ നിന്ന് ചിരിച്ചുകൊണ്ട് പോവാണ്. അജയ് ആണെങ്കിൽ മൂട് പോയി, നിശ്ചയത്തിന്റെ കാര്യം പറഞ്ഞപ്പോ തന്നെ മൂട് പോയി എന്ന് പറഞ്ഞിട്ട് അജയ് അവിടെ ഇങ്ങനെ ഇരിക്കാട്ടോ. അതിനുശേഷം ഭൂമി നേരെ പോണത് സൗഭാഗ്യപുരത്താട്ടോ. അവിടെയാണെങ്കിൽ മുത്തശ്ശി എല്ലാവരും ഉണ്ട് കേട്ടോ. മുത്തശ്ശിയുടെ അടുത്തേക്ക് നമ്മുടെ മാധവം വന്ന് പറയണ്ടും, അമ്മേ അതെ, റബ്ബറിന്റെ കച്ചവടം വളരെ നഷ്ടത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഞങ്ങൾക്കൊരു ആലോചന. എന്താലോചന? പറ പറ മാധവേ എന്ന് പറയുമ്പോഴേക്കും, അതെ സംഗീത പറ, മാധവേട്ടൻ പറ, സംഗീത പറ, മാധവേട്ടൻ പറ എന്നിങ്ങനെ പറയാണ്. നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറ. സംഗീത പറയണ്ട, അതെ ആ റബ്ബറിന്റെ ആ ഒരു സ്ഥലവും റബ്ബറിന്റെ ഫാക്ടറിയും കൊടുത്തിട്ട് വല്ല സ്വർണവും വാങ്ങിച്ചാലോ എന്ന് ആ മാധവേട്ടൻ പറയണത്. കൊള്ളാം, നല്ല അടിപൊളി ഐഡിയ. എന്നാൽ റബ്ബർ തോട്ടം മാത്രമാവണ്ട, നമ്മുടെ അപ്പുറത്തെ സ്ഥലമില്ലേ അതും കൊടുത്ത് സ്വർണം വാങ്ങാം. അത് നല്ല ഐഡിയാമേ. പിന്നെ ഇപ്പുറത്തെ സ്ഥലമില്ലേ അതും കൊടുത്ത് സ്വർണം വാങ്ങാം. അത് കൊള്ളാമേ. എടാ മാധവ, നോക്ക്, ബിസിനസ് ആകുമ്പോൾ ലാഭവും നഷ്ടവും ഒക്കെ ഉണ്ടാകും. നീ ബിസിനസ് ചെയ്യുന്ന സമയത്ത് നിന്റെ അടുത്ത് എത്രയും തൊഴിലാളികളുണ്ട്. നീ ആ ബിസിനസ് നിർത്തിക്കഴിഞ്ഞാൽ ആ തൊഴിലാളികളുടെ ജീവിതം എന്താവുന്നു നീ കരുതിയിട്ടുണ്ടോ? അതുകൊണ്ട് അതൊന്നും വേണ്ട എന്ന് പറയാണ്. വേണ്ടെങ്കിൽ വേണ്ടമ്മേ എന്നിങ്ങനെ പറയാനുണ്ട്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഭൂമി എവിടേക്ക് വരുന്നു കേട്ടോ. ഇതാര് ഭൂമിയോ, കേറി വാ മോളെ എന്ന് മുത്തശ്ശി പറയാണ്. ഭൂമിനെ കാണുമ്പോ തന്നെ ഭവാനിയുടെ മുഖം മാറുവാട്ടോ. ഇവളെന്താ ഇവിടെ എന്ന രീതിയിൽ ഭൂമിനെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അല്ല മോളെ, ഭൂമി മോൾക്ക് സുഖമാണോ? സുഖം മുത്തശ്ശി. ഞാനേ വന്നതൊരു കാര്യം പറയാനാ. എന്താ മോളെ? നാളെ വീട്ടിൽ ചെറിയൊരു പരിപാടി ഉണ്ട്, എല്ലാവരും വരണം കേട്ടോ. ഫാദേഴ്സ് ഡേയുടെ ഒരു പരിപാടിയാ. അച്ഛൻ്റെ ഒരു ചെറിയൊരു സർപ്രൈസ് ഒരിക്കലും വെറുതെ ഒരു പരിപാടി, അപ്പൊ എല്ലാവരും വരണം എന്ന് പറയുമ്പോഴേക്കും തീർച്ചയായിട്ടും വരാം. സാറ് വരണം. വരാം സംഗീത മാഡം. വരാം മുത്തശ്ശി, തീർച്ചയായിട്ടും വരും. ഭവാനി മേഡം ഞാൻ നോക്കട്ടെ എന്നിങ്ങനെ പറയണം. ആ സമയത്ത് മുത്തശ്ശി പറയണ്ട, അതെ സത്യനെയും കൂടി വിളിക്കണം കേട്ടോ, അവന് നിന്നെ വലിയ കാര്യമാണ്. എനിക്കറിയാം മുത്തശ്ശി, സത്യൻ സാർ പറഞ്ഞത് ഞാൻ അദ്ദേഹത്തിന്റെ മകളെ പോലെയാ. അതെ അത് ശരിയാ, നിന്നെ കാണുമ്പോ മകള് ഓർമ്മ വരുന്നൊക്കെ സത്യം പറയാറുണ്ട്. നീ എന്തായാലും സത്യനെയും കൂടി വിളിക്കണം, അവന് ഭയങ്കര സന്തോഷവും. വിളിക്കാം മുത്തശ്ശി, ഇവിടെ നേരെ പോണത് സാറിനെ വിളിക്കാനാ. എന്തിനാ പോയിട്ട് വിട്ടെ? അങ്ങനെ പോയാൽ ശരിയല്ല, ഭക്ഷണം കഴിച്ചിട്ട് പോവാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഭൂമിനെയും കൂട്ടിക്കൊണ്ട് മുത്തശ്ശിയും സംഗീതയും അകത്തേക്ക് പോവാണ്. അപ്പൊ അവര് പോകുമ്പോഴേക്കും ഭവാനി മനസ്സിൽ വിചാരിക്കുകയാണ്, നാളെ പരിപാടി ഫാദേഴ്സ് ഡേ, എല്ലാവരെയും വിളിക്കണമെന്നും പറയുന്നുണ്ട്. ഇനി അച്യുതൻ എന്തെങ്കിലും പ്രഖ്യാപനം നടത്താൻ പോവാണോ? ഭൂമി തന്റെ മകളല്ല സത്യന്റെ മകളാണെന്ന്, അതിനെയാണ് സൗഭാഗ്യത്തെ കൂടി വിളിച്ചത് എന്നൊരു ടെൻഷൻ ഭവാനെ കയറാണ്. ഭവാനി അപ്പൊ തന്നെ വാടകുണ്ടിനെ വിളിക്കുന്നുണ്ട്. അപ്പൊ വാടകുണ്ടിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്, അവ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അതിനുശേഷം ഭൂമി നേരെ പോണത് നമ്മുടെ സത്യനെ വിളിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സത്യനെ സമയത്ത് മദ്യപിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഭൂമിനെ കാണുമ്പോൾ തന്നെ മദ്യക്കുപ്പിയൊക്കെ ഒളിപ്പിക്കുകയാണ്. ഭൂമി പറയണ്ട, അതെ ഒളിപ്പിക്കണ്ട, ഞാനെല്ലാം കണ്ടു. എന്തിനാ സർ ഇങ്ങനെ കുടിച്ച് നശിക്കണത്? ഒരു കാര്യം ചെയ്യ്, സാറിന് ഞാനും കമ്പനി തരാം, എനിക്കും 2 പെഗ് എടുക്കൂ, ഞാനും ഒന്ന് ഉദ്ഘാടനം ചെയ്യട്ടെ. സാറിന്റെ നേതൃത്വത്തിൽ ഉദ്ഘാടനം ചെയ്യാൻ ഒരു ഭാഗ്യം വേണമല്ലോ. ഭൂമി, അത് ഞാൻ പിന്നെ എന്റെ സാഹചര്യമൊക്കെ സാറിന് അറിയാലോ. എന്ത് സാഹചര്യം സർ? നാളെ സാറിന്റെ മകളും ഭാര്യയൊക്കെ തിരിച്ചു വന്ന കരൾ രോഗിയായിട്ടുള്ള സാറിനായിരിക്കും അവർക്ക് കിട്ടാൻ പോണത്. അതൊക്കെ വേണോ സർ? ഭൂമി, താൻ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും താൻ എന്റെ ആരാടോ? ചിലപ്പോ കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ സാറിന്റെ മകളായിരിക്കും എന്നിങ്ങനെ പറയണം. അത് കേൾക്കുമ്പോൾ സത്യൻ ഭൂമിയുടെ മുഖത്തേക്ക് നോക്കുന്ന ഭാഗത്തോടെയാണ് എപ്പിസോഡ് തീരുന്നത് കേട്ടോ. നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് നമ്മുടെ ഭൂമി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ശേഷം സ്റ്റേജിലേക്ക് കയറി ഭൂമിനെ ചേർത്ത് പിടിച്ച് അച്യുതൻ പറയുന്നുണ്ട്, ഭൂമി ഞങ്ങളുടെ വളർത്തു മകളാണ്, യഥാർത്ഥ അച്ഛൻ എന്ന് പറഞ്ഞിട്ട് സത്യന്റെ ഫോട്ടോ എല്ലാവർക്കും കാണിച്ചു കൊടുക്കുകയാണ്. അത് കണ്ടിട്ട് സത്യനും അജയൊക്കെ ആകെ ഞെട്ടി അവിടെ നിന്ന് എഴുന്നേക്കാണ്. സത്യൻ വേഗം തന്നെ നമ്മുടെ അച്യുതന്റെ മുഖത്തേക്ക് ഒരു ഒറ്റ അടി വെച്ച് കൊടുക്കുന്ന ഭാഗമാണ് പ്രൊമോയിൽ കാണിച്ചു കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. Take care. Bye bye.